നമസ്കാരം. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് ആകാശത്തെ തൊട്ടൊരു ബാലന്റെ കഥയാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ നമുക്കെല്ലാവർക്കും പ്രചോദനമായ ആ ജീവിതകഥ. നമുക്ക് നമ്മുടെ കഥ തുടങ്ങാം. 1998 മെയ് 11 തിരിച്ചുപോയാലോ? ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു ദിവസമായിരുന്നു അത്. പൊഖ്രാനിലെ ആ ശാന്തമായ മരുഭൂമിയിൽ നിന്ന് ഉയർന്നത് വെറുമൊരു ശബ്ദമല്ലായിരുന്നു. അത് ലോകത്തിനു മുന്നിൽ ഇന്ത്യയുടെ ശക്തി തെളിയിക്കുന്ന ഒരു ഗർജനമായിരുന്നു. വളരെ രഹസ്യമായി നടത്തിയ ആ ആണവ പരീക്ഷണം ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചു കളഞ്ഞു. ശരിക്കും ആ ഒരു നിമിഷത്തിലാണ് ഇന്ത്യ ചരിത്രം മാറ്റിയെഴുതിയത്. അപ്പോ എല്ലാവരുടെയും മനസ്സിൽ ഒരേ ഒരു ചോദ്യമായിരുന്നു: ആരായിരുന്നു ഈ ചരിത്ര നിമിഷത്തിന് പിന്നിൽ പ്രവർത്തിച്ച ആ വ്യക്തി? ആരായിരുന്നു അതിന്റെ സൂത്രധാരൻ? അതെ, നമുക്ക് ആ മനുഷ്യന്റെ കഥയിലേക്കാണ് ഇനി പോകുന്നത്. അദ്ദേഹം വലിയ അധികാരത്തിന്റെ തണലിലൊന്നും ജനിച്ച ആളല്ല. പ്രശസ്തിയുടെയോ പദവികളുടെയോ നടുവിലുമല്ല അദ്ദേഹം വളർന്നത്. അദ്ദേഹത്തിന്റെ ജീവിതം തുടങ്ങുന്നത് തെക്കേ ഇന്ത്യയിലെ ഒരു കൊച്ചു തീരദേശ പട്ടണമായ രാമേശ്വരത്താണ്. ഒരു ബോട്ട് ഉടമയായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. കുടുംബത്തെ സഹായിക്കാനായി ആ കുട്ടി പത്രങ്ങൾ വിറ്റു നടന്നു. രാത്രിയിലോ തെരുവുവിളക്കിന്റെ വെളിച്ചത്തിലിരുന്ന് വലിയ സ്വപ്നങ്ങൾ കണ്ടു. ആകാശത്ത് പറക്കുക, വിമാനങ്ങളുണ്ടാക്കുക, മേഘങ്ങളെ തൊടുക, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾ. പക്ഷേ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുള്ള പണം കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയായിരുന്നു. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ സഹോദരി ആരും അറിയാതെ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണവളകളെ വിൽക്കുന്നത്. എന്തിനാണെന്നോ, അനിയന് മദ്രാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ പഠിക്കാൻ വേണ്ടി. ആ ഒരു ത്യാഗം അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും മറന്നില്ല. ശരിക്കും അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന്റെ ശക്തി വന്നത് വിജയങ്ങളിൽ നിന്നായിരുന്നില്ല, മറിച്ച് വലിയ വലിയ തിരിച്ചടികളെ അതിജീവിച്ചതിൽ നിന്നായിരുന്നു. കരിയറിന്റെ തുടക്കത്തിൽ തന്നെ 3 വലിയ പരാജയങ്ങളാണ് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത്. 1. MITയിലെ ഫൈനൽ ഇയർ പ്രോജക്റ്റ് പരാജയപ്പെട്ടു. 2. ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന എയർഫോഴ്സിൽ ചേരാനുള്ള അവസരം നഷ്ടപ്പെട്ടു. ഒടുവിലോ രാജ്യം മുഴുവൻ പ്രതീക്ഷയോടെ നോക്കിയിരുന്ന SLV-3 ദൗത്യവും പരാജയപ്പെട്ട് കടലിൽ പതിച്ചു. SLV-3 പരാജയപ്പെട്ടപ്പോൾ അന്നത്തെ ISRO ചെയർമാനായിരുന്ന ഡോക്ടർ സതീഷ് ധവാൻ കലാമിനെ മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് മാറ്റി നിർത്തി. പരാജയത്തിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അദ്ദേഹം സ്വയം ഏറ്റെടുത്തു. ആ ഒരൊറ്റ നിമിഷത്തിൽ എന്താണ് യഥാർത്ഥ ലീഡർഷിപ്പ് എന്ന് കലാം പഠിക്കുകയായിരുന്നു. എയർഫോഴ്സിൽ നിന്നും റിജക്ഷൻ കിട്ടി ഹൃദയം തകർന്ന ആ ചെറുപ്പക്കാരൻ ഋഷികേശിലെ ഗംഗാതീരത്ത് നിശബ്ദനായി ഇരിക്കുകയായിരുന്നു. ജീവിതം അവസാനിച്ചു എന്ന് കരുതിയ നിമിഷം. അപ്പോഴാണ് ഒരു സന്യാസി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വരുന്നത്. ആ സന്യാസി അദ്ദേഹത്തോട് പറഞ്ഞു: തിരസ്കാരം ഒരവസാനമല്ല, അതൊരു വഴിതിരിച്ചുവിടലാണ്. ഈയൊരു വാക്ക് അദ്ദേഹത്തിന് വീണ്ടും എഴുന്നേറ്റ് നിൽക്കാനും പുതിയൊരു വഴി കണ്ടെത്താനുമുള്ള ശക്തി കൊടുത്തു. അപ്പോ ആ തിരിച്ചടികളിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് വമ്പൻ വിജയങ്ങളിലേക്ക് കുതിച്ചുയർന്നതെന്ന് നമുക്ക് നോക്കാം. 1969ലാണ് അദ്ദേഹം ISROയിൽ ചേരുന്നത്. അന്ന് വലിയ സൗകര്യങ്ങളോ കമ്പ്യൂട്ടറുകളോ ഒന്നുമില്ല. റോക്കറ്റിന്റെ ഭാഗങ്ങൾ സൈക്കിളിലൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. പക്ഷേ പരാജയത്തിനു ശേഷം തൊട്ടടുത്ത വർഷം, അതായത് 1980ൽ അതേ ടീം SLV-3 വിജയകരമായി വിക്ഷേപിച്ചു. ഇന്ത്യയുടെ സ്വപ്നം ഒടുവിൽ ആകാശത്തെ തൊട്ടു. അതിനുശേഷം അദ്ദേഹം ഇന്ത്യയുടെ പ്രതിരോധ പദ്ധതികൾക്ക് നേതൃത്വം നൽകി. അഗ്നി, പൃഥ്വി പോലുള്ള മിസൈലുകൾ, അതൊക്കെ ഇന്ത്യയ്ക്ക് വലിയൊരു ശക്തിയും ആത്മവിശ്വാസവും കൊടുത്തു. അതോടെയാണ് അദ്ദേഹം ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്ന് സ്നേഹത്തോടെ അറിയപ്പെടാൻ തുടങ്ങിയത്. ഈയൊരു നീണ്ട യാത്രയുടെ ക്ലൈമാക്സ് ആയിരുന്നു 1998ലെ ആ പൊക്രാൻ ആണവ പരീക്ഷണം. നമ്മൾ ഈ കഥയുടെ തുടക്കത്തിൽ കണ്ട അതേ ചരിത്ര നിമിഷം. ശാസ്ത്രം കൊണ്ടും അതേസമയം തികഞ്ഞ നിശബ്ദത കൊണ്ടും ഇന്ത്യ ലോകത്തിനു മുന്നിൽ അതിന്റെ ശക്തി തെളിയിച്ചു. പക്ഷേ അദ്ദേഹത്തിന്റെ സംഭാവനകൾ ശാസ്ത്രത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ മുഴുവൻ ഗുരുവായി മാറുകയായിരുന്നു. 2002ൽ രാഷ്ട്രീയത്തിന്റെ ബലത്തിലല്ല, മറിച്ച് ജനങ്ങളുടെ സ്നേഹവും ആദരവും ഒന്നുകൊണ്ടും മാത്രം ഇന്ത്യ അദ്ദേഹത്തെ തങ്ങളുടെ 11ാമത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തു. രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹം മന്ത്രിമാരേക്കാൾ കൂടുതൽ സമയം ചെലവഴിച്ചത് കുട്ടികളോടൊപ്പമായിരുന്നു. രാജ്യമെമ്പാടും യാത്ര ചെയ്ത് അദ്ദേഹം വിദ്യാർത്ഥികളോട് ഒരൊറ്റ കാര്യമേ പറഞ്ഞുള്ളൂ: വലിയ സ്വപ്നങ്ങൾ കാണുക. ആ ഒരു വാചകമുണ്ടല്ലോ, ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, നിങ്ങളെ ഉറങ്ങാൻ അനുവദിക്കാത്തതാണ് സ്വപ്നം. അത് അദ്ദേഹത്തിന്റെ ജീവിത ദൗത്യം തന്നെയായിരുന്നു. 2007ലെ രാഷ്ട്രപതി സ്ഥാനം ഒഴിഞ്ഞു. പിന്നെന്ത് ചെയ്തു? അദ്ദേഹം വിശ്രമിക്കാനൊന്നും പോയില്ല.
പുസ്തകങ്ങളുമെടുത്ത് ഒരു പിടി സ്വപ്നങ്ങളുമായി അദ്ദേഹം നേരെ ക്ലാസ് മുറികളിലേക്ക് മടങ്ങി, അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലത്തേക്ക്. 2015 ജൂലൈ 27 IIM ഷില്ലോങ്ങിൽ വിദ്യാർത്ഥികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹം. പെട്ടെന്ന് അദ്ദേഹം നിശബ്ദനായി, ഹൃദയത്തിൽ കൈവച്ച് കുഴഞ്ഞു വീണു. ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ചെയ്തുകൊണ്ട്, പഠിപ്പിച്ചുകൊണ്ട് അദ്ദേഹം അവസാന ശ്വാസമെടുത്തു. അദ്ദേഹത്തിന് വലിയ സ്വത്തോ ആഡംബരങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. ആകെയുണ്ടായിരുന്നത് കുറെ പുസ്തകങ്ങളും സ്വപ്നങ്ങൾ നിറഞ്ഞൊരു മനസ്സുമായിരുന്നു. അദ്ദേഹത്തിന്റെ തന്നെ വാക്കുകൾ ആ ജീവിതം എന്തായിരുന്നുവെന്ന് നമുക്ക് പറഞ്ഞുതരും. ഞാനൊരു സുന്ദരനല്ല, പക്ഷേ സഹായം ആവശ്യമുള്ളൊരാൾക്ക് എന്റെ കൈ കൊടുക്കാൻ എനിക്ക് പറ്റും. കാരണം സൗന്ദര്യമിരിക്കുന്നത് ഹൃദയത്തിലാണ്. അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞൻ മാത്രമായിരുന്നില്ല, ഒരു അധ്യാപകൻ, ഒരു വഴികാട്ടി, ഒരു രാഷ്ട്രത്തിന്റെ പിതാവ് കൂടിയായിരുന്നു.